നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഐശ്വര്യ എടുത്തി അപ്പച്ചും കൂടി ജയന്തി എടുത്തി ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുക. 2 ദിവസം നിന്നിട്ട് പോവാനാ പറഞ്ഞിരിക്കുന്നത്. ആണോ? അതെ, അത് തന്നെയാ. ഒരു കാര്യമില്ലായിരുന്നു. പോട്ടടോ, തന്റെ എടുത്തില്ലേ 2 ദിവസം നിന്നിട്ട് പോട്ടെ. അതൊരു സന്തോഷമായിട്ട് എടുക്ക്. ഓ ഇല്ല സർ, അത് നമ്മുടെയൊക്കെ സന്തോഷം ഇല്ലാതാക്കാൻ പോവാ. താൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെയല്ല സർ, അത് നമ്മുടെയൊക്കെ സന്തോഷം ഇല്ലാതാക്കുക തന്നെ ചെയ്യും. സാറിനറിയാലോ എടുത്തിയുടെ സ്വഭാവം. പരസ്പരം വഴക്കുണ്ടാക്കും. ഇവിടത്തെ കുറ്റം അവിടെയും അവിടത്തെ കുറ്റം ഇവിടെയും പറയും. എന്നിട്ട് ആവശ്യമില്ലാത്ത ഓരോ കഥകളും ഉണ്ടാക്കിയെടുക്കും. ആകെ ബഹളാക്കും ഇവിടെ. നമുക്ക് നോക്കാടോ. ചിലപ്പോ അവർക്കും 2 ദിവസം ഇവിടെ നിൽക്കാൻ ആഗ്രഹം കാണും. ഒരു മാറ്റമല്ലേ? മാറ്റത്തിനൊന്നും വേണ്ടിയല്ല സാർ ഇപ്പൊ ജയന്തി അടുത്ത് ഇവിടെ പിടിച്ചു നിർത്തുന്നത്. ഇത് ഐശ്വര്യ അടുത്തിയുടെ അപ്പച്ചിയുടെയും കൂടെയുള്ള ഗൂഢാലോചനയാ. അവരെന്ത് ഗൂഢാലോചന നടത്താനാ? എന്നെ താഴ്ത്തി കെട്ടാൻ ഒരു അവസരം നോക്കിയിരിക്കുകയല്ലേ അവര്. ഇപ്പോഴോ പറ്റിയ ഒരാളെയും കയ്യിൽ കിട്ടി. ജയന്തി അടുത്താണെങ്കിൽ എന്നോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി ഒരവസരം നോക്കിയിരിക്കുക. എല്ലാം കൂടി കൃത്യമായിട്ട് ഒത്തുവന്നു. നമ്മുടെ ഈ വിവാഹത്തിന്റെ രസമൊക്കെ പോവും. ഞങ്ങളുടെ കുടുംബം, പ്രത്യേകിച്ച് ഞാൻ നശിച്ച് കാണാൻ വേണ്ടി നോക്കി നടക്കുന്ന ആളാ എന്റെ ജയന്തി എടുത്തി. അരവിന്ദേട്ടന് സമാധാനം കൊടുത്തിട്ടില്ല. സാറ് നോക്കിക്കോ, എന്റെ സന്തോഷം മുഴുവൻ എടുത്ത് ഇല്ലാതാക്കും. താൻ ഇങ്ങനെ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടാവും. അവരിവിടെ മര്യാദയ്ക്ക് താമസിച്ച അവർക്ക് കൊള്ളാം. അതല്ല ഐശ്വര്യ എടുത്തിട്ട് കൂടെ കൂടി എന്തേലും പ്രശ്നം ഉണ്ടാക്കാനാണ് ഒരുക്കുമെങ്കിൽ ഞാൻ ആരാണെന്ന് അപ്പ മനസ്സിലാക്കി കൊടുക്കും. താൻ സമാധാനായിട്ടിരിക്കേ. സമാധാനിക്കടോ. സാറ് പറഞ്ഞപ്പോ ഒരു സമാധാനം കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ദ്രോഹാ ഞങ്ങളോട് ചെയ്തത്. അപ്പൂനെ അമ്മയൊക്കെ എന്തുമാത്രം കണ്ണീര് കുടിപ്പിച്ചതാന്നറിയോ? ഇവര് വിചാരിച്ച 15-ാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ ചടങ്ങ് വരെ ഇല്ലാതാക്കാൻ പറ്റും. സാറ് നോക്കിയോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ കൊല്ലും ഞാൻ അവരെ. എങ്ങനെ ഞാൻ അവരെ കൊല്ലുന്നു. സാർ, ഈ 15-ാം തീയതി എത്രയും പെട്ടെന്ന് ഇങ്ങ് എത്താൻ സ്വപ്നം കണ്ട് നടക്കുക ഞാൻ. ആണോ? ഞാൻ പറഞ്ഞില്ലേ സാർ, ഇത്രയും വലുതായിട്ട് ഞാൻ ജീവിതത്തിൽ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാനിതൊരു ചമ്മലും ഇല്ലാതെ ഇങ്ങനെ തുറന്നു പറയണമെങ്കിൽ ആ ആഗ്രഹത്തിന്റെ ശക്തി എത്രമാത്രാന്ന് സാറിന് ഊഹിക്കാലോ. എനിക്ക് കൃത്യമായിട്ട് ഊഹിക്കാം. കാരണം ഞാനും അതേ സ്വപ്നങ്ങളായിട്ട് നടക്കാടോ. എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് വൈകിട്ട് സംസാരിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.